അപ്പൊ ഇന്ന് കുഞ്ഞൊരു യാത്രയാണ്. കുറച്ച് ദൂരമുള്ളൂ തിരുവല്ല വരെ. സംഭവം ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദർശേട്ടന്റെ അമൃത ചേച്ചിയുടെയും കുഞ്ഞിന്റെ പിറന്നാളാണ്. ഞങ്ങളുടെ സ്വന്തം മാത്തൻ കുഞ്ഞിന്റെ. അവിടെ എത്തിയപ്പോഴത്തേനും ഡെക്കറേഷൻ വർക്കൊക്കെ ആദർശേട്ടനും ചേച്ചിയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവർക്കും ഇത് ഹൈഡ്രജൻ ബലൂൺ ആണെന്ന്, പക്ഷെ അല്ല, ഇതാണ് ഞങ്ങളുടെ മാത്തൻ കുഞ്ഞിന്റെ റൂം. പിന്നീട് ബാക്കി കുറച്ച് പണി കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി എന്നെ ഈ സ്റ്റൂളുമേൽ അങ്ങ് കയറ്റി. പിന്നെ ബാക്കി കുറച്ച് ബലൂൺസ് ഉണ്ടായിരുന്നു, അതുകൂടി ഇതിനകത്ത് ഫില്ല് ചെയ്തു. ചെറിയൊരു പേടി ഉണ്ടായിരുന്ന സ്റ്റൂളിൽ നിന്ന് വീഴുമെന്നുള്ളത്. അമ്രു ഇതിപ്പോ എവിടുന്നാ വന്നേന്ന് എനിക്കറിയത്തില്ല. ഇടുപിടിയെന്ന് മാത്തനെ അങ്ങ് ഒരുക്കി. പിന്നെ ബാക്കി സാധനങ്ങൾ എടുക്കാൻ പോകുന്ന ഓട്ടപ്പാച്ചിലായിരുന്നു ആദർശേനും ചേച്ചി. ചോട്ടും അങ്ങനെ റെഡിയായി, മാത്തനും റെഡിയായി. കണ്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ കുട്ടി സുന്ദരിയല്ലേ? വേറെ ഒന്നുമല്ല, ഞാൻ പറയാതെ വീഡിയോ എടുത്തതിന് എനിക്കിട്ട് കിട്ടിയതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ, ബലൂണൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് പൊട്ടിക്കാനൊക്കെ തോന്നും. ചേച്ചി ബലൂൺ കെട്ടി ടിവിയുടെ അടിയിൽ നിന്ന് എന്തോ ഒരു വയറും കൂടെ ഊരിയെടുത്തു. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. കേക്ക് വെക്കാനായിട്ട് ടേബിൾ മൊത്തം ഡെക്കറേറ്റ് ചെയ്യണമായിരുന്നു. അതിന്റെ പരിപാടിയാണ് ഇവിടെ എല്ലാവരും. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ അമ്രു മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ശരിക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതാണ്. ഇവിടെ ആദ്യം മുതൽ അവസാനം നടന്ന സർപ്രൈസ് എല്ലാം മാത്തന് അറിയായിരുന്നു. ഈ ഒരു കാര്യം മാത്രം മാത്തന് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് റൂമിൽ വന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആള്. ഒരു വിധത്തിൽ മാത്തനെ മാറ്റി നിർത്തി ഞങ്ങൾ മുറ്റത്തിറങ്ങി. മാത്തനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ ബലൂണൊക്കെ കെട്ടി സെറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ ചേട്ടനും ചേച്ചിയും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു. ഇതാണെങ്കിൽ അച്ഛമ്മയുടെ വകയുള്ള ഗിഫ്റ്റ് ആണ്. ഞങ്ങളൊരു ഗെയിം പോലാണ് ഇത് സെറ്റ് ചെയ്തത്. മാത്തൻ ഇനി പുറത്തിറങ്ങുമ്പോൾ ഈ സൈക്കിളിനകത്ത് കയറ്റും. അങ്ങനെ മാത്തന്റെ ആ ശ്രദ്ധയൊന്നും മാറ്റാൻ വേണ്ടി ഞാനും ചേച്ചിയും കൂടി ഒരു ഗെയിം ഒക്കെ അങ്ങ് സെറ്റ് ചെയ്തു. അവരിൽ ഒരാളാവുക, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ ആദർശേട്ടന്റെ അമ്മ. അമ്മയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങ് കൂടി. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വൈബ്. അങ്ങനെ സമയമായപ്പോഴത്തേനും കേക്കൊക്കെ ഞങ്ങൾ പുറത്തെടുത്തു. ബാക്കി കേക്കിലുള്ള ഡെക്കറേഷൻ പണികളായിരുന്നു. നമുക്ക് ചെയ്തുകൊണ്ട് നിൽക്കിയ തന്നെ ബാക്കിയുള്ള ഒരു റിലേറ്റീവ്സ് ഒക്കെ എത്തി. അങ്ങനെ വന്നവർക്കെല്ലാം ഉള്ള സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുമായിരുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. എനിക്ക് ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ പോയി. ശരിക്കും ഞങ്ങൾ കേക്ക് മുറിച്ചതിന് ശേഷമാണ് മെഴുകുതിരി കത്തിക്കാൻ ഓർത്തത്. അത് ചെറിയ ചെറിയ കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. 6:30 ആയപ്പോഴേ സാമിച്ചിന്റെ വൈഫും മക്കളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്നേന്നുള്ള കാര്യങ്ങൾ തുടങ്ങി. മാത്തന്റെ കൂട്ടുകാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ ബർത്ത്ഡേ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ദിവസമാണ്. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. ഇത് തന്നെയാണ് ഞങ്ങൾ ഇവിടെയും ചെയ്തത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി, ഞങ്ങൾ ഭയങ്കര വൈബായിരുന്നു. ഞങ്ങളുടെ മാത്തൻ കുഞ്ഞ് കേക്കൊക്കെ മുറിക്കുകയാണ്. പിന്നെ മാത്തന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനും പിന്നെ അമ്രുവിനും കേക്ക് കൊടുത്തു. ഇതാണെങ്കിൽ അമ്രുവിന്റെ അമ്മയുടെയും കൂടെ ബർത്ത്ഡേ ആയിരുന്നു. ഇവിടെ എല്ലാരെക്കാട്ടിലും അമ്മമാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കാൻ തുടങ്ങി. ഇതിന്റെ ഇടയിലൂടെ ഞാനും ചോട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഇത് വമ്പിച്ചൊരു കോമഡിയുടെ. ഞാൻ എന്റെ വീഡിയോ എടുക്കാൻ ചേച്ചി ഫോൺ കൊടുത്താണ്, പക്ഷെ ക്യാമറ തിരിഞ്ഞില്ല. ഒന്നും നോക്കിയില്ല. അവര് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ എന്റെയും കൂടെ വീഡിയോ എടുത്തു. കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിനാദ്യത്തെ ഇതൊന്ന് വായിക്കണം. അത് അമ്മ വായിച്ചു തരാം. നമ്മുടെ അച്ചാടിക്ക് ഒരു ഉമ്മ കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ സർപ്രൈസ് ഗിഫ്റ്റിന്റെ ഓരോ കടമ്പകൾ അങ്ങോട്ട് തുടങ്ങുവാണ്. അടുത്ത ഗിഫ്റ്റിലോട്ടുള്ള അടുത്ത ക്ലൂ കിട്ടും. ഞങ്ങളാണ് ഓരോരോ പേപ്പറിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഓരോരോ ടാസ്കും കൂടെ കൊടുക്കും. അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അടുത്ത ക്ലൂ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഗീതാമ്മയുടെ ബർത്ത്ഡേ കൂടെ ആയതുകൊണ്ട് തന്നെ ഗീതാമ്മയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ടാസ്ക് ആയിരുന്നു രസകരമായിട്ടുള്ള ടാസ്ക്. നമ്മൾ നേരെ ടെറസിന്റെ മണ്ടയ്ക്ക് കയറണം. അവിടെ ഒരു മരത്തിലാണ് അടുത്ത ക്ലൂ ഇരിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഗിഫ്റ്റിലേക്ക് ശരിക്കും ഈ അവസാന നിമിഷമായപ്പോൾ ശരിക്കും കരഞ്ഞു പോയി കേട്ടോ. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് തോന്നുന്നത് അമ്മയുടെ അമ്മയോടോ അച്ഛന്റെ അമ്മയോടോ ഒക്കെ ആയിരിക്കും. ഇവിടെ അമ്മ കുഞ്ഞിന്റെ കൂടെ തന്നെ നിന്ന് പൊട്ടി കരഞ്ഞു പോയി കേട്ടോ. ഇത് കണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ? നമ്മളും കരഞ്ഞു. മാത്തൻ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആദ്യം മുതലുള്ള എല്ലാ സർപ്രൈസും മാത്തൻ ചോദിച്ചും പറഞ്ഞു അറിഞ്ഞു. ഇത് മാത്രം ഞങ്ങൾ പേപ്പറിൽ എഴുതുവാണെന്നൊക്കെ പറഞ്ഞ് ആളുടെ ശ്രദ്ധയൊക്കെ ഞങ്ങൾ മാറ്റിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിബണൊക്കെ മുറിച്ചങ്ങ് കയറി കേട്ടോ സൈക്കിളിൽ. അപ്പോ സൈക്കിളൊക്കെ ഓടിക്കാൻ പേടിയാണെങ്കിലും ആൾ ഈ സർപ്രൈസ് ഹാങ് ഓവറിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് ഒന്നും വലിയ കാര്യമൊന്നും ആക്കിയില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോർത്ത് കരയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇത് വലിയ പേടിയുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ അമ്രു ഓടി വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. ആളൊന്ന് കൂളായി. അങ്ങനെ ധൈര്യം സംഭരിച്ച് ഞങ്ങൾ സൈക്കിൾ അങ്ങോട്ട് ചവിട്ടി. പിന്നെ അവസാനം ചോട്ടും മാത്രം വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. സൈഡിൽ നടക്കുമ്പോൾ നമ്മള് നൈസായിട്ട് സൈക്കിളൊക്കെ അങ്ങ് എടുത്തു. അപ്പോൾ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ചവിട്ടാൻ ലേശം പാടായിരുന്നു. ഓരോ ചവിട്ടുമ്പോഴും അച്ഛമ്മ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. മാത്ത കണ്ടപ്പോൾ മാത്രോട് പറഞ്ഞു, മോൻ എന്തോ ഒരു ടൈറ്റ് ഉണ്ട്, അത് നോക്കുമായിരുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാനും ചോട്ടും മാത്തനും കൂടെ ആയിരുന്നു സൈക്കിളിൽ കറക്കം. പിന്നെ അവിടെ കെട്ടി തൂക്കിയിട്ട എല്ലാ ബലൂണും അച്ഛമ്മ കുത്തിപ്പൊട്ടി. ഒന്നല്ല രണ്ടല്ല 6 ബലൂൺ പൊട്ടിച്ചു. ഇനി മേളോട്ട് നോക്കാം, മേളിൽ നിന്ന് ഇനി ബലൂൺ എടുത്ത് പൊട്ടിക്കാൻ പറ്റുമോ. പിന്നെ മാത്രം ചോട്ടും കൂടെ സൈക്കിളിൽ വന്ന് ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ തരുമായിരുന്നു. ഞങ്ങൾക്ക് തരുന്ന ഓരോ സാധനങ്ങൾ അവർ തിരിച്ചങ്ങ് മേടിക്കും. പിന്നെ രണ്ടാളും കൂടെ സൈക്കിൾ ചവിട്ടി പഠിക്കുമായിരുന്നു. സൈക്കിൾ നീങ്ങും തോറും പേടി കുറച്ചുണ്ടായിരുന്നു. ചോട്ടുവാണെ ധൈര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദേഹത്ത് ചവിട്ടി കയറിക്കോളാൻ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.